ഹലോ ഗൈസ്, ഹൈ ഇറ്റ്സ് മിനസാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലോഫ്റ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലോഫ്റ്റ് നമ്മളെ ഏറ്റവും മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ലോഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പ്രോപ്പർ ലോഫ്റ്റ് അല്ല, പ്രോപ്പറായിട്ട് നമ്മൾ ഷീറ്റിട്ട് നെറ്റടിച്ച് സൈഡിലൊക്കെ ഷെയ്ഡ് നെറ്റ് അടിച്ചിട്ട് ഉണ്ടാക്കിയതല്ല. നമ്മുടെ ഒരു തട്ടിക്കൂടി സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇറക്കിയിട്ട് പഴയ സ്ഥാനത്ത് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താ പറയുക, ഒന്നും കൂടി നമുക്ക് അവർക്കും ഒരു സുഖമായി, പിന്നെ നമുക്കും സുഖമായി, പിന്നെ മൂന്നാമത്തെ നിലയ്ക്ക് നമുക്ക് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോസിനും പറയാത്തതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നേരെ ഓവർ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആക്കിയതാട്ടോ. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനും സൗണ്ട് ഓവർ കൊടുക്കാനൊക്കെ നമുക്ക് ഇവിടെ കയറിയിരുന്നാണ്ട് കൊടുക്കാമെന്നാണ്. കാരണം ആരും ശല്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൊരു അക്കൂറിയായിട്ട് ഇത് കണ്ടില്ലേ, ഗപ്പി ഉണ്ട്, സീബ്ര ഉണ്ട്, അതേമാതിരി നമ്മുടെ പാണ്ടാമോളീൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ല, ഫുള്ള് സെറ്റാക്കി. ഇവിടെ ഒരു ലൈറ്റ്, അവിടെ ഒരു ലൈറ്റ്, അങ്ങനെ കൊടുത്താണ്ട് ഫുള്ളാണ് സെറ്റാക്കി. പിന്നെ നമ്മുടെ സ്പീക്കറൊക്കെ കണ്ടുപിടിക്കണേ. ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രാവുംകൂടിൻ്റെ അടുത്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാവുംകൂട് വരുന്നേ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ഈ ഡോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന്, അതായത് ഈ ഒരു റൂമും ആ ഒരു റൂമും പിന്നെ ഇവിടെ ഒരു ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ തുറന്ന് കയറുമ്പോൾ കണ്ടില്ല, ഇതേമാതിരി ഒരു സെറ്റപ്പാണ്. കാണിച്ചു തരാം. ഡോറ് പൂട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഷീറ്റ് ഇട്ടിരുന്നു എങ്ങനെയാലും. അപ്പോൾ ഞാൻ കുറച്ച് വല അതേമാതിരി ആ ഭാഗത്ത് ഷെയ്ഡ് നെറ്റ് ഇട്ടി, ബാക്കി മൊത്തം വലയൊക്കെ കെട്ടിട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൂടുന്നതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് രണ്ട് കള്ളി വരുന്ന നെറ്റിൻ്റെ കൂടാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് മെഷിച്ചിട്ട്. ഇത് പിന്നെ ഒരു 3 കള്ളി കൂട്, അത് 2 കള്ളി കൂട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കള്ളി നമ്മൾ ജസ്റ്റ് ബോക്സ് മാതിരി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഇതാ ഈ ഒരു കള്ളിയും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കൂടായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ 3, 5, 7 കള്ളി. ഓക്കെ, 8 കള്ളി മൊത്തത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ കൂട് സെറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തു. ഇനി കുറച്ച് ഫണ്ട് കൈക്ക് വരുന്ന ടൈമിൽ നമുക്കിത് ഫുള്ളായിട്ട് മറ്റേ ഇരുമ്പിനെ മെഷ് വെച്ചിട്ട് വെൽഡ് ചെയ്യിപ്പിക്കണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ 3 ആൾക്കാർ ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ 3ഉം ഇത് ഒരു കുഞ്ഞനാണ്, നമുക്ക് ഒരാൾ തന്നാണ്. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ജോഡി, കറക്റ്റ് ജോഡി തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല പ്രായമുള്ള പ്രാവുകളാണ്. ഇത് ഈ ഇരിക്കുന്നതാണ് അതിൻ്റെ മെയിൽ ബേർഡ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് ഫീമെയിൽ ബേർഡ്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ബേർഡ് വരുന്നത് ഒരു മുഖിൻ്റെ ക്രോസ് ആട്ടോ. പിന്നെ ഇതൊരു ഫാൻസി ടൈപ്പ് ബൂട്ടൊക്കെ ഉള്ള പ്രാവാണ്. ഇതിപ്പോൾ ഏകദേശം 9 കള്ളി 10 കള്ളി ആയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതൊരു കുഞ്ഞനാണ്. അത് ഒരു കള്ളി തിരിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ. ആൾക്ക് നല്ല പേടിയുണ്ട്. ഇവർക്ക് പിന്നെ വലിയ പേടിയില്ല. ഞാൻ അടിയിൽ നിൽക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ നല്ല അണങ്ങളുണ്ട്. പിന്നെ കാര്യമായിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കൂട് വെക്കാനുള്ള സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ, ഇവിടെയും അവിടെയായിട്ട് നമ്മൾ ഹോൾ അടിച്ചിട്ട് ഇങ്ങനൊരു കമ്പി നമ്മൾ കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബെൻഡാക്കിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബെൻഡാക്കിയിട്ട് അവിടെ കെട്ടി കൊടുത്തു. സെയിം അപ്പുറത്തും ചെയ്തു. പിന്നെ ഇവിടെയും കൂടി ഒന്ന് അടിച്ചിരുന്നു. ഇവിടെയും കൂടി അടിച്ചു. ഇവിടെയും കൂടി ഞാൻ ചെയ്യാണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്നിട്ട് അങ്ങനെ അടിച്ച് അവിടെ കെട്ടിയതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള അറിഞ്ഞാൽ നമ്മുടെ കവുങ്ങിൻ്റെ അലകെടുത്തിട്ട് ഇവിടെ കവുങ്ങിൻ്റെ അലകെടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ വെച്ചുകൊടുത്തു. ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ള് നമ്മൾ കെട്ടി വെച്ചാട്ടാ. അപ്പോൾ ഇതേമാതിരി നമ്മൾ അടിയിൽ ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അടിയിൽ നേരെ നമുക്ക് ഇരുമ്പിൻ്റെ കൂട് കെട്ടി കയറ്റാന്നുള്ള പരിപാടിയിലാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇവിടെ പിന്നെ വല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അലക് ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് മേലത്തെ ഈ ഒരു കമ്പിമെന്ന് ഞാൻ കെട്ടിയിട്ട് നേരെ ഈ മതിൽമ 2 ആണി അടിച്ചിട്ട് ഞാൻ കെട്ടി വെച്ചിടുക കേട്ടോ. ഇങ്ങനെ എല്ലാ സൈഡും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ മേലിലാണ് വല കെട്ടി ഇറക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിനുള്ളിലുള്ള ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്ക് നമുക്ക് മേലേക്ക് മാറ്റണം, എന്നാലേ നമുക്ക് പ്രാവാളിപ്പം മനൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രാവാൾ മൊത്തം ഇതിന് ഫുള്ള് കയറിയിരുന്ന് നാശാക്കി കാഷ്ടിച്ച് ഓരോ പണിയാക്കി തരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ മേലെ അടച്ചു വെച്ചിട്ട് കൊടുത്തുള്ളൂ. ഇനി ഫുള്ള് അടക്കണം. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഓരോന്ന് മാറ്റുന്നതിനനുസരിച്ച് ലോഫ്റ്റ് ഇങ്ങനെ പുതുക്കിക്കൊണ്ട് കൊണ്ടുവരണം. പിന്നെ ഫുള്ള് നെറ്റടിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒപ്പം കൂടി നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞുതരാം, എനിക്കറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞുതരാം എന്നുള്ള രീതിയിലാട്ടോ. ഇപ്പോൾ ഇവിടെ ഫ്ലോറിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സിമെൻ്റാണ് നമ്മുടെ വാർപ്പ്. ഓക്കെ, പിന്നെ ഇവിടെ മുട്ടത്തോട് എടുക്കുന്നുണ്ട്, ആ എടുക്കുന്ന അരിയാണ്. പിന്നെ കുറച്ച് കല്ല് പൊടിച്ച് കൊടുത്തിട്ട് കൊടുത്താട്ടാ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് തന്നെയുണ്ട്. അപ്പം ഞാൻ അവർക്ക് കുളിക്കാനുള്ളത് പാത്രത്തിൽ വെള്ളം അവിടെ തന്നെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മെറ്റലും മണലും ഉണ്ടായിരുന്നു ഇവിടെ, അത് നേരെ അതിൽ ഫില്ലാക്കി കൊടുത്തിട്ടാണ്. അതാവുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന തീറ്റ ആയിക്കോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കിടന്ന് മുളച്ചോളും. ഓക്കെ, പിന്നെ ഇവിടെ നിലത്ത് നമ്മുടെ കവിങ്ങിൻ്റെ വേസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് ഒഴിവാക്കണ വിചാരിച്ചു. അവർക്ക് ബ്രീഡിങ് ടൈമിൽ അവർക്ക് കൂടുണ്ടാക്കാനൊക്കെ അതിനെ യൂസ് ചെയ്യാന്നുള്ളതിലാണ്. പിന്നെ എന്താണ് അവർ തീറ്റപാത്രം വരുന്നുണ്ടോ. ഇതിലിപ്പോൾ നമ്മുടെ അരിയുണ്ട്. പിന്നെ കുറച്ച് മിക്സർ ഫുഡും കൂടി മിക്സ് ആക്കിയതാണ്. മിക്സർ ഫുഡ് കൊടുന്ന് കഴിഞ്ഞോളും. നമുക്ക് ഉണ്ടാക്കാന്നുള്ള പ്ലാൻ അല്ല കേട്ടോ, അടുത്ത ഇനി കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ പ്ലാൻ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ പ്രാവിൻ്റെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ വല്ലതും പറഞ്ഞു തരട്ടോ. ഇവിടെയൊക്കെ റെഡിയാക്കാനത്തൊക്കെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ഡോറാക്കാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തേക്ക് വിടണ്ട, ഇവിടെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ എന്നുള്ളതിൽ അങ്ങനെ ആക്കിയതാണ്. ഞാൻ പണ്ട് വളർത്തിയത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അത് ഇവിടെ അല്ലായിരുന്നു, നമ്മുടെ അടിയത്ത് മീൻകോയി നിൽക്കുന്നതിൻ്റെ നേരം അവിടെ ഈ ഒരു തെങ്ങൊക്കെ കഴിഞ്ഞ് ആ ഒരു കൊട്ടത്താളല്ലേ അതിൻ്റെ അവിടെ നിന്നൊക്കെ ഫുള്ള് വളച്ച് കെട്ടിയിട്ടിരുന്നുണ്ട് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ നമ്മുടെ മീൻകോയൊക്കെ അവിടെ ഉണ്ട്, സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് അക്വേറിയത്തിലെ മീനുകളൊക്കെ ഞാൻ ഇന്ന് പിടിച്ചാണ്. അത് നിറച്ചിപ്പോൾ ഗപ്പി അങ്ങനത്തെ ഒക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടുന്ന് വലിയ മീനുകളൊക്കെ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ നമ്മളെ പ്രാവാളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഔട്ട്.